ജീവിതം ധന്യമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യധ്യാനമായി വാഴും ദൈവമേ, നിത്യവും നിങ്ക പാർക്കടാംശങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും, ഏകണേ ഞങ്ങൾക്കെപ്പോഴും. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യധ്യാനമായി വാഴും ദൈവമേ, നിത്യവും നിങ്ക പാർക്കടാംശങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും, ഏകണേ ഞങ്ങൾക്കെപ്പോഴും. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മുടെ വിജയഭാരതി LP സ്കൂളിൽ 2023-24 അധ്യയന വർഷത്തെ പഠനോത്സവ ചടങ്ങും ഈ വർഷത്തെ UKG ക്ലാസ്സുകളിലെ കുട്ടികളിലെ ഗ്രാജുവേഷൻ പ്രോഗ്രാം, അതിനോടൊപ്പം തന്നെ ഉപജില്ലാ കലോത്സവ പരിപാടികളിൽ തുടർച്ചയായി ചിത്രരചനയിലും ജലച്ഛായത്തിലും 1ാം സമ്മാനാർഹനായ നമ്മുടെ മാസ്റ്റർ ദേവിയാന്റെ ചിത്ര പ്രദർശനവും ഇന്നിവിടെ നടക്കുന്നുണ്ട്. ഈ സന്തോഷവേളയിൽ നമ്മുടെ ഒപ്പം നമ്മുടെ 4ാം ക്ലാസ്സുകാരായ വിദ്യാർത്ഥികളുടെ വിട പറയൽ കൂടിയുണ്ട്. അടുത്തതായി ഈ പഠനോത്സവ ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുവാനായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പഠനോത്സവ പരിപാടിയോടൊപ്പം തന്നെ ചിത്ര പ്രദർശനം ഇന്നിവിടെ നടക്കുന്നുണ്ട്. അത് ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്യുവാനായി എത്തിച്ചേർന്ന നമ്മുടെ സുധീഷ് ഷൺമുഖം, പ്രശസ്ത ചിത്രകാരനും കവിയും ഒരുപാട് കഴിവുകളും കൂടിയുള്ള അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ചിത്രകാരനായ സുധീഷ് ഷൺമുഖത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം മാധ്യമം ആഴ്ച പതിപ്പിൽ വളവ് എന്ന കവിതയിലും മറ്റു സമകാലിക പ്രസിദ്ധീകരണങ്ങളിൽ കവിതകളും ആർട്ടിക്കിളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സർഗാത്മക ചിത്രരചനയിൽ ഗസാക്കിന്റെ ഇതിഹാസം ചിത്രരചനാ സീരീസിന് ആദരം 2017 അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ചങ്ങാതിക്കൂട്ടം ആർട്ടിസ്റ്റ് ഡി അന്തപ്പൻ മാസ്റ്റർ സ്മാരക ചിത്രകലാ പുരസ്കാരം, ഇത്രയും അവാർഡുകളും പുരസ്കാരങ്ങളൊക്കെ ലഭിച്ച അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ബുസ്താനുൽ എഡ്യൂക്കേഷൻ കോംപ്ലക്സിന്റെ നമ്മുടെ വിദ്യാലയത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ കൂടിയായ ശ്രീ അഫ്സൽ, അവരെയും ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് മികവ് അവതരണം നടത്തുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട PTA പ്രസിഡന്റായ ശ്രീ ഉമർ അൽ ഫാറൂഖ് ആണ്. അദ്ദേഹത്തെയും വളരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ഇന്ന് തന്നെ നമ്മുടെ മധുരം മലയാളം പുസ്തകം വിതരണം ഉദ്ഘാടനം ചെയ്യുവാനായി ഇവിടെ എത്തിച്ചേർന്ന CRC കോർഡിനേറ്റർ ശ്രീമതി രശ്മി PS, അവരെയും ഞാൻ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഇന്ന് ഈ പഠനോത്സവം ചടങ്ങിൽ ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട പിഞ്ചോമനകളായ കുട്ടികൾ, രക്ഷിതാക്കൾ, സ്കൂളിൻ്റെ അഭ്യുദയകാംക്ഷികൾ എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയും അടുത്തതായി അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീ അഫ്സലിനെ ക്ഷണിക്കുന്നു. HM ഷീന മാഡം ഇന്നത്തെ ഈ പരിപാടിയുടെ പഠനോത്സവം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ ഉമർ അൽ ഫാറൂഖ്, നേരത്തെ ഇവിടെ നമ്മുടെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ച പ്രശസ്ത കലാകാരൻ സുധീഷ് ഷൺമുഖൻ, അതുപോലെ തന്നെ ചിത്രപ്രദർശനത്തിൽ നമ്മളുടെ സ്കൂളിൻ്റെ യശസ് ഉയർത്തിയ ദേവയാൻ, മധുരം മലയാളം പുസ്തക വിതരണം ഉദ്ഘാടനം ചെയ്യുന്ന രശ്മി PS, CRC കോർഡിനേറ്റർ,
കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ പ്രോഗ്രാമുകളും കുട്ടികൾക്കുള്ള നല്ല അവസരങ്ങളുമായി VBLP സ്കൂൾ ഓരോരോ കാലഘട്ടത്ത് നമ്മുടെ കുട്ടികളുടെ വിവിധ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി വ്യത്യസ്തമായ പരിപാടികളാണ് ഈ സ്കൂൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മളുടെ LKG കുട്ടികളുടെ കോൺവെക്കേഷനും അതുപോലെ തന്നെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ സെൻഡ് ഓഫ് പ്രോഗ്രാമും ഇവിടെ നടക്കുകയാണ്. അപ്പോൾ ഒരുപാട് 4ാം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു LP കാലഘട്ടം കഴിഞ്ഞ് അവർ ഈ സ്കൂളിൽ നിന്ന് പടിയിറങ്ങി മറ്റൊരു സ്കൂളിലേക്ക് പ്രവേശിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ LKG കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഉയർന്ന ക്ലാസ്സിലേക്ക് ഈ സ്കൂളിൽ തന്നെ പ്രമോഷൻ നേടി പഠിക്കാൻ യോഗ്യരായിരിക്കുകയും ആണ്. കൂടുതലായി പറഞ്ഞ് നമ്മളുടെ കലാകാരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ സംസാരിക്കാനുള്ളത് കൊണ്ട് കൂടുതലായി പറഞ്ഞ് സംസാരിച്ച് നീട്ടുന്നില്ല. നമ്മളുടെ കുട്ടികളുടെ എക്സിബിഷനും വ്യത്യസ്തമായ വിവിധ പ്രോഗ്രാമുകളും ഇവിടെ നടക്കാനിരിക്കുന്നു. ഞാൻ ഇവിടെ ആദ്യമായി നമ്മളുടെ ഇന്നത്തെ ഈ പഠനോത്സവത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മളുടെ PTA പ്രസിഡന്റ് ഉമറുൽ ഫാറൂഖ് സാഹിബിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. ഓക്കെ, ആദ്യമായി നമുക്കൊക്കെ നേരത്തെ നമ്മളുടെ ടീച്ചർ ഇവിടെ വായിച്ചതുപോലെ നമ്മളുടെ നാട്ടിലെ പ്രശസ്ത കലാകാരൻ സുധി ഷൺമുഖേട്ടൻ ഈ ചിത്രരചന പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം നമുക്ക് എല്ലാവർക്കും വേണ്ടി ക്ഷണിക്കുന്നു. താങ്ക് യു. എല്ലാ കുട്ടികളും ഒന്ന് കൈവയ്ക്കേ, എല്ലാവരും കൈവയ്ക്കേ. ഓക്കെ, നമ്മളെ ഈ സ്കൂളിന്റെ പഠനോത്സവമായി ബന്ധപ്പെട്ടുള്ള സമാപന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ എന്നെ ഈ വേദിയിലേക്ക് ഇവിടുത്തെ ഈ പരിപാടിക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട ഗിരീഷ് മാഷക്ക് എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. അതിനൊപ്പം തന്നെ ടീച്ചർ, വേദിയിലും സദസ്സിലേക്കുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഞങ്ങളെ കേൾക്കാനിരിക്കുന്ന മറ്റ് കുട്ടികൾ, അവരുടെ മാതാപിതാക്കൾ, ഈ സ്കൂളിൽ തന്നെ പഠിച്ചു പോയ അവരുടെ പേരൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞൊരു സന്തോഷം പറയുകയാണ്. ഒപ്പം തന്നെ ഈ വേദി ഇവിടെ ഈ ഉദ്ഘാടനത്തിന് എത്തിച്ചേരാമെന്ന് പറഞ്ഞ ടൈസൺ മാഷ് ഇലക്ഷൻ്റെ വർക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് വരാൻ കഴിയില്ല. അപ്പം അദ്ദേഹത്തിനും എൻ്റെ ഒരു സന്തോഷം അറിയിക്കുന്നു. സാഹചര്യവശാൽ അത് ഈ കുട്ടികളുടെ പരിപാടിയിൽ അനൗൺസ് ചെയ്തതിന് മുമ്പ് എൻ്റെ അജണ്ട കുറച്ച് മാറ്റുണ്ടായി. അപ്പോൾ സാഹചര്യവശാൽ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനു മുമ്പ് 1-2 വാക്കുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. നിങ്ങൾ ക്ലിൻ്റൻ കേട്ടിട്ടുണ്ടോ? ക്ലിൻ്റൻ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും കുട്ടികൾ? എഡ്മണ്ട് തോമസ് ക്ലിൻ്റൻ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആരെ കേട്ടിട്ടുണ്ട്? അറിയാവുന്ന കുട്ടികൾ കൈവയ്ക്കേ. അതാരാ? അയാളാരാ? ഒരു കുട്ടിയായിരുന്നു. അതാരാ അറിയോ? ക്ലിൻ്റ് ആരാന്നറിയോ? ആർക്കൊക്കെ അറിയാം? ആരായിരുന്നു? നിങ്ങൾ മഞ്ഞുമൽ ബോയ്സ് സിനിമ കണ്ടിരുന്നു ആരെങ്കിലും? ഓക്കെ. മഞ്ഞുമൽ ബോയ്സ് സിനിമ ലോകം മുഴുവൻ മലയാളികളും അല്ലാത്തവരൊക്കെ അറിഞ്ഞ് വലിയ ഹിറ്റൊക്കെ ആയി 200 കോടി ക്ലബിലൊക്കെ വന്നു. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ ലോകത്ത് മഞ്ഞുമൽ എന്ന സ്ഥലം ലോകത്ത് അടയാളപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ഒരു 10-35 വർഷങ്ങൾക്കും 40 വർഷങ്ങൾക്ക് മുന്നേ ആ ലോകം ഇന്നത്തെ പോലത്തെ സമൂഹ മാധ്യമങ്ങളോ മറ്റ് മീഡിയകളുടെ ഒരു വരവ് ഉണ്ടായിരിക്കുന്ന മുന്നേ തന്നെ ശരിക്കും ലോകം അറിയേണ്ട ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടായി നമ്മളെ ഈ മഞ്ഞുമൽ. അതിന് കാരണക്കാരനായ കുട്ടിയുടെ പേരാണ് ക്ലിൻ്റ് തോമസ്, എഡ്മണ്ട് തോമസ് ക്ലിൻ്റ് എന്നാണ് കുട്ടിയുടെ പൂർണ്ണമായിട്ടുള്ള പേര്. 7 വയസ്സിനുള്ളിൽ ആ കുട്ടി വരച്ചു കൂട്ടിയത് 25,000-ഓളം ചിത്രങ്ങളാണ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ആ കുട്ടി എറണാകുളത്തുള്ള മഞ്ഞുമൽ പ്രദേശത്തുകാരനാണ്.
ആ കുട്ടിക്ക് ഒരുപാട് പുരസ്കാരങ്ങളും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. ഒട്ടനവധി പത്രങ്ങളിലൊക്കെ തന്നെ ഒരു പുരസ്കാരം ലഭിക്കുക, ഒട്ടനവധി പത്രങ്ങളിലൊക്കെ തന്നെ വലിയ വാർത്തയായിട്ട് ഇന്ത്യയെ പ്രതിനിധീകരിച്ച ഒരു കുട്ടി തന്നെ പറയാം. ചിത്രം വരയിൽ അപാരമായിട്ടുള്ള കാച്ചിങ് പവർ, അതായത് എന്തെങ്കിലും ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മളെ മനസ്സിലോട്ട് ഉള്ളിലോട്ട് പകർത്താനുള്ള അപാരമായിട്ടുള്ള കഴിവ് ഉള്ളൊരു കുട്ടിയായിരുന്നു ക്ലിന്റൺ. 25,000ഓളം പടങ്ങൾ പറയാൻ തന്നെ അറിയാം. വെറുതെ കുറെ പടങ്ങൾ കൊണ്ട്, അത് കുറെ ചിത്രങ്ങൾ വരച്ചുകൊണ്ട്, അതിന്റെ ബാഹുല്യം കൊണ്ടല്ല ക്ലിന്റ് ശ്രദ്ധിക്കപ്പെട്ടത്. അത് കൂടാതെ വരയ്ക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് വലിയ ഗ്രാഹ്യം ഉണ്ടായിരുന്ന ഒരു കുട്ടി കൂടിയായിരുന്നു. അപ്പോ ഞാനിപ്പോ കുറച്ചു മുമ്പ് നമ്മളുടെ ഇവിടെ ചിത്രം വരച്ചിട്ടുള്ള ദേവയാനെ കണ്ടിരുന്നു. ദേവയാന ചിത്രങ്ങൾ കുറച്ച് ഞാൻ കാണാനിടയായി. ഫോണിലാണ് ഞാൻ കണ്ടത്. മനോഹരങ്ങളായ ചിത്രങ്ങളാണ്. പിന്നെ കൂടുതൽ അതിനെ കുറിച്ച് പറയുന്നില്ല, കാരണം നമുക്ക് ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ചിത്രങ്ങൾ കാണാം. അത് കണ്ടിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോ എന്തായാലും ചെറിയൊരു പാട്ട് പാടിയാലോ നമുക്ക്? എനിക്ക് പുതിയ പാട്ടൊന്നും അറിഞ്ഞില്ല, പഴയ പാട്ടുകളൊക്കെ അറിയുള്ളൂ. പഴയ ഗസലൊക്കെ പാടുന്ന ഒരാളാണ് ഞാൻ. നമുക്കൊരു പഴയ പാട്ട് പാടാം. നിങ്ങൾ ഏറ്റു പാടോ കുട്ടികള്? പാടോ? മാനെന്നും വിളിക്കില്ല, മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, അമാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, പാടത്തെ പച്ചക്കിളിയെ നെല്ലിടാം പാടത്തെ പച്ചക്കിളിയെ. മാനെന്നും വിളിക്കില്ല, മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, പാടത്തെ പച്ചക്കിളിയെ ചൊല്ലിടാം പാടത്തെ പച്ചക്കിളിയെ, പാടത്തെ പച്ചക്കിളിയെ ചൊല്ലിടാം പാടത്തെ പച്ചക്കിളിയെ. അങ്ങനെ ഉണ്ട്. എല്ലാവരും ഹാപ്പിയാ? ഉഷാറല്ലേ? അങ്ങനെയാണ് എല്ലാവരും. നമ്മളെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ഭാരതം എന്താണ്? ഒരുപാട് ഭാഷകളും വേഷങ്ങളും അതുപോലെ ജാതികളും ഉപജാതികളും വിവിധതരം വേഷങ്ങളും എല്ലാം ഭക്ഷണങ്ങളൊക്കെ അങ്ങനെ വലിയൊരു നാനാത്വത്തിൽ ഏകത്വമുള്ളൊരു നാടാണ് നമ്മൾ ഇന്ത്യ, അല്ലെ? എല്ലാവരും സഹോദരന്മാരും സഹോദരിമാരൊക്കെ ജീവിക്കുന്ന ഒരു ഇന്ത്യ, അല്ലെ? അതാണ് നമ്മൾ ഇന്ത്യ, അല്ലെ? ഒപ്പം തന്നെ നമ്മളെ എഴുത്തും വായനയും അതുപോലെ നമ്മളെന്ത് സൃഷ്ടിക്കുന്നുവോ അതൊക്കെ നമ്മളിൽ നിന്ന് നമ്മൾ സ്വയം പുറത്തു കടക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപാധി മാത്രമാണ്. നമ്മൾ കൂടുതൽ വളരുന്നതും കൂടുതൽ ചിന്തിക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ്? പുസ്തകം വായനയിലൂടെയും നമ്മളെ സർഗ ശേഷി ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങളിലൂടെ ആയിക്കോട്ടെ, നാടകങ്ങളായിക്കോട്ടെ, അങ്ങനെ എഴുത്തിൻ്റെതായിട്ടുള്ള എഴുത്തിന്റെ വായനയുടെ എല്ലാ ലോകങ്ങളും നമ്മൾ പുതിയ ലോകത്തേക്ക് കടക്കുന്നുവെന്ന് ഒരു ഉപാധി മാത്രമാണ് എഴുത്തും എന്നൊക്കെ പറയുന്നത്. അപ്പൊ പുതിയ ആശയങ്ങളും പുതിയ കാഴ്ചകളും എല്ലാം എന്താ പറയാ നമ്മളുടെ ഉള്ളിലേക്ക് സന്നിവേശിക്കപ്പെടുകയും നമ്മൾ പുതിയ മനുഷ്യനായി തീരാൻ വേണ്ടി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഔപചാരികമായി ഞാൻ ഈ ചിത്രം ഇവിടെ എക്സിബിഷൻ നടക്കുന്നുണ്ട്. ദേവയാനന്റെ ചിത്ര പ്രദർശനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളത് പ്രഖ്യാപിക്കുന്നു. ഒപ്പം തന്നെ ഞാൻ ക്ലിന്റിന്റെ ഒരു ചിത്രം വരച്ചുകൊണ്ടാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഒപ്പം തന്നെ നമുക്കത് അതിന്റെ അകത്ത് ഹാളിലേക്ക് കയറാം. നന്ദി. ഇന്നിവിടെ വളരെ ഭംഗിയായി മധുരം മലയാളത്തിന്റെ പരിപാടി, UKG-യിലെ കുട്ടികൾക്കുള്ള പ്രത്യേകമായിട്ടുള്ള പരിപാടികളും മുകളിൽ അടിയിലുമായി എക്സിബിഷനും കുട്ടികളുടേതായിട്ടുണ്ടെങ്കിൽ നിരവധിയായിട്ടുള്ള മറ്റ് കലാപരിപാടികളുമെല്ലാമായി വളരെ നല്ല രീതിയിൽ ഇവിടെ പരിപാടികളെല്ലാം സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാലോ, നമ്മുടെ കുട്ടികൾ ഇവിടെ സംസാരിക്കുമ്പോൾ നല്ല പ്രാക്ടീസോടു കൂടിയാണ് അവർ ചെയ്തത്.
കുട്ടികളെ ഏത് രൂപത്തിലും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും എന്നതിൻ്റെ നല്ല ഉദാഹരണമാണ്. കുട്ടികൾക്ക് വളരെ ചെറിയ പ്രായത്തിൽ ലഭിക്കുന്ന അവർക്ക് കിട്ടുന്ന പ്രോത്സാഹനവും അതുപോലെ പങ്കെടുക്കാൻ കിട്ടുന്ന അവസരവുമാണ് യഥാർത്ഥത്തിൽ ഒരു നല്ല പ്രതിഭയെ സൃഷ്ടിക്കുന്നത്. ഇവിടെ 3-ാം ക്ലാസ്സിലെ ഒരു മിടുക്കൻ മുകളിൽ ചിത്രം വരച്ച് ഞങ്ങൾക്ക് തൻ്റെ ചിത്രത്തിലൂടെ വരച്ച് എനിക്ക് നൽകി. ആ കുട്ടിയൊക്കെ യഥാർത്ഥ ട്രാക്കിലൂടെ അവരുടെ മാതാപിതാക്കൾ, രക്ഷിതാക്കൾ, അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധ്യാപകർ എല്ലാവരും ശ്രദ്ധിച്ചാൽ എത്ര ഉയരത്തിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏറ്റവും ഉയർന്ന തരത്തിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ അതിനുള്ള നല്ല തുടക്കമായി, അങ്ങനെ കുട്ടികളെ നല്ല വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള ഒരവസരമായി ഇവിടുത്തെ പരിപാടികളെല്ലാം കാണുകയാണ്. വിജയഭാരതി സ്കൂൾ ഇപ്പോഴും അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ കുട്ടികളുടെ സർവ്വതോന്മുഖമായ, അങ്ങനെയാണ് യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു കുട്ടിയിൽ എന്താണോ കഴിവ്, ആ കഴിവുകൾ വികസിപ്പിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്നതിനുള്ള സന്തോഷം പ്രത്യേകമായി രേഖപ്പെടുത്തുന്നു. എല്ലാ ആശംസകളും ഞാൻ പ്രത്യേകമായി അറിയിക്കുന്നു. വളരെ നല്ല രീതിയിൽ തന്നെയാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, ഈ പരിപാടി നമ്മുടെ വിദ്യാലയത്തിലെ ഇത്ര മനോഹരമായ പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റത് പ്രിയപ്പെട്ട ടൈസൺ മാസ്റ്ററാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പർ റസീന ഷാഹുൽ ഹമീദും ഒക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ മാർച്ച് മാസത്തിന്റെ ആദ്യ പകുതിയിൽ പഞ്ചായത്തിലൊക്കെ വലിയ തിരക്കുള്ളതിന്റെ പേരിലാണ് പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ ഇവിടെ എത്താതെ പോയത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പഠനോത്സവത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾ, നമ്മുടെയൊക്കെ ഭാവിയിലെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെയായി നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ മക്കൾ, അവരുടെ വിദ്യാഭ്യാസപരമായ ഉയർച്ചയ്ക്കും ഉന്നതിക്കുമൊക്കെ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നതും ആ പരിപാടിയിൽ എല്ലാ രക്ഷിതാക്കളുടെ പങ്കാളിത്തമൊക്കെ യായി മുന്നോട്ട് പോകുന്നതുമൊക്കെ. ഇത്തരത്തിലുള്ള പരിപാടികൾ ഒരു വിദ്യാലയത്തിനെ ഒരു ആഘോഷമാക്കി മാറ്റാനും, പഠനവും കളിയും ചിരിയും ആഘോഷവും എല്ലാം ചേർന്നതാണ് നമ്മുടെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഭാവിയിൽ നമുക്ക് ഓർക്കാനും, ചെറിയ മക്കൾക്കായാലും രക്ഷിതാക്കൾക്കായാലും ഒക്കെ സ്കൂളുമായും അധ്യാപകരുമായും ഒക്കെ വലിയ അടുത്ത ബന്ധം പുലർത്താനും, ആ ബന്ധങ്ങളിലൂടെയാണ് നമ്മുടെ വിദ്യാഭ്യാസപരമായി നമ്മുടെ കുട്ടികളുടെ പഠനത്തിന് ഉതകുന്ന തരത്തിൽ, അവരുടെ വിജയത്തിന് ഉതകുന്ന തരത്തിൽ, അവരുടെ പഠനത്തിന് ഉയർച്ചയിലേക്ക് എത്തുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ രക്ഷിതാക്കളും ടീച്ചർമാരും കുട്ടികളും ഒക്കെ തമ്മിലുള്ള വലിയ മാനസികമായ ഹൃദയബന്ധവും ആത്മബന്ധവും ഒക്കെയാണ് നമ്മുടെ വിദ്യാലയത്തെ മികവാർന്ന വിദ്യാലയമാക്കി മാറ്റുന്നത്. അതേക്കുറിച്ചൊക്കെ ഓരോ മീറ്റിങ്ങുകളിലും ഓരോ പരിപാടികളിലും ഒക്കെ തന്നെ നമ്മെ സൂചിപ്പിച്ച് മുന്നോട്ട് പോകാറുണ്ട്. ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്കൂളിന്റെ മികവിനെ കുറിച്ച് സംസാരിക്കുക എന്നതാണ് നമ്മുടെ സ്കൂളിന്റെ മികവ്. നമ്മളെല്ലാ രക്ഷിതാക്കൾക്കും അറിയുന്നത് പോലെ തന്നെയാണ് എങ്കിലും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ താല്പര്യപ്പെടുകയാണ്. കുട്ടികളുടെ പഠന മികവ് രക്ഷിതാക്കളുമായി പങ്കുവെക്കുന്നതിനും, പൊതുവിദ്യാലയ മികവുകൾ സാമൂഹ്യമായി വിലയിരുത്തുന്നതിനും, വിദ്യാലയ പ്രവർത്തനങ്ങളിൽ സമൂഹത്തിന്റെ ഇടപെടലുകൾ ശക്തിപ്പെടുത്തുന്നതിനുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആസൂത്രണം ചെയ്ത പഠനോത്സവ പരിപാടിയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ പഠന പ്രവർത്തനങ്ങളിലൂടെ
കുട്ടികൾ നേടിയ അറിവുകൾ രക്ഷിതാക്കളുമായി നമുക്ക് ഈ സമൂഹത്തിനു മുമ്പിൽ കാഴ്ചവെക്കാൻ വെമ്പി നിൽക്കുന്ന കുഞ്ഞു മനസ്സുകളാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. ഈ സ്കൂളിലെ രക്ഷിതാവ് എന്ന നിലക്കും PTA പ്രസിഡന്റ് എന്ന നിലക്കും ഈ വിദ്യാലയ മികവുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. കയ്പമംഗലം പഞ്ചായത്ത് വികസനോത്സവ പരീക്ഷയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് നമ്മുടെ വിജയഭാരതി സ്കൂളാണ് എന്ന സന്തോഷം വളരെ ആത്മാർത്ഥമായി പങ്കുവെക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു മികവ് കേരള സംസ്ഥാന അറബിക് മുൻഷിസ് അസോസിയേഷൻ സംഘടിപ്പിച്ച അറബിക് ക്വിസ് മത്സരത്തിൽ 77 സ്കൂളുകൾ പങ്കെടുത്തതിൽ 3ാം സ്ഥാനം നമ്മുടെ 4ാം ക്ലാസ് വിദ്യാർത്ഥി നമ്മുടെ സ്കൂളിലെ നിരന്തര കോച്ചിങ്ങുകളിലൂടെ ഹുദൈഫ എന്ന വിദ്യാർത്ഥിയാണ് 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഹുദൈഫയാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. 77 സ്കൂളുകൾ പങ്കെടുത്ത ആ പരിപാടിയിൽ നമ്മൾ ഈ ചെറിയ നമ്മുടെ വിജയഭാരതി സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഹുദൈഫ നേടിയെന്നത് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ്. അതേപോലെ തന്നെ വെലപ്പാട് ഉപജില്ല അറബിക് കലോത്സവത്തിൽ 77 സ്കൂളുകളെ പിന്തള്ളിക്കൊണ്ട് അറബിക് മത്സരങ്ങളിൽ നമ്മുടെ വിദ്യാലയം 4ാം സ്ഥാനം നേടിയത് നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു വിജയം തന്നെയാണ്. ഒരുപാട് ഡിവിഷനുകളുള്ള ഹൈസ്കൂളിലെയും UP സ്കൂളുകളിലെയും കുട്ടികളെ പിറകിലാക്കിയിട്ടാണ് നമ്മുടെ ഈ ഡിവിഷനും അതിൽ കുറച്ചു മാത്രം അറബി പഠിക്കാനുള്ള കുട്ടികൾ മാത്രമുള്ള ഈ വിദ്യാലയമാണ് വെലപ്പാട് ഉപജില്ല അറബി കലോത്സവത്തിൽ നമുക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചത്. നമ്മുടെ വിദ്യാലയം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഒരുങ്ങിയിട്ടുള്ളത്. അതിനുവേണ്ടി കുട്ടികളെ തയ്യാറാക്കിയ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പഠനോത്സവത്തിന്റെ പരിപാടികൾ അവതരിപ്പിക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും ആശംസകൾ നേരുന്നു. We all have to celebrate graduation day. Thank you, my dear teachers, for making me bloom and grow. Today is our day. We are going to first standard. Congratulations
motivation. And thank you for all love and care you showed to us. Patience you showed to us. Guidance you gave to us. Best wishes to my dear friends. Thank you. My dear teachers and my dear friends, I am Dhruva from LKG. Today I am very happy and proud of this moment. It is time to thank our beloved teachers to select me as a star of the year. Once again, thank you all. നേരത്തെ ക്ലിന്റിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. ആ കുട്ടി ഏഴാം വയസ്സിൽ ആ കുട്ടി മരിച്ചുപോയി. കാരണം രോഗം വന്ന് മരിച്ചുപോയി. അതിനോടകം തന്നെ ലോക പ്രശസ്തനാവുകയും ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് ഒരു ആദരം എന്നോണം പ്രദർശനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ ചിത്രം വരയ്ക്കുകയാണ്. എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിക്കുക കുറച്ച്.
ദൈവത്തിൻ്റെയും ഗുരുജനങ്ങളുടെയും അഭിവന്ദ്യ സദസ്സിൻ്റെയും അനുഗ്രഹാശിസുകൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. എന്തിനാ മുത്തശ്ശി ഇതെല്ലാം? ഇന്ന് പൂതൻ വരണ ദിവസല്ലേ? പൂതനോ? അതെന്താ സാധനം? അയ്യേ, പട്ടണത്തില് വളരണ അമ്മൂന് ഇതൊന്നും അറിയില്ലേ? പൂതൻ എന്ന് വെച്ചാ ഭൂതം. നങ്ങേലിന്നൊരു അന്തർജനത്തിന്റെ സുന്ദരക്കുട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കട്ടോണ്ടു പോയി. അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ? ഇല്ല മുത്തശ്ശി, എനിക്ക് ആ കഥയൊന്ന് പറഞ്ഞു തരുമോ മുത്തശ്ശി? പിന്നെന്താ, പറഞ്ഞു തരാലോ. പൂതൻ വരാൻ ഇനി സമയമുണ്ട്. അതിനു മുൻപ് തന്നെ പറഞ്ഞു തരാം. വാ, നമുക്ക് തറയിലിരിക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നൊരു കവി പൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. മനുഷ്യരെ വരെ തിന്നിരുന്ന ഭൂതം പിന്നെ പാവമായി മാറിയ കഥയാ അത്. അത് കേട്ടാൽ അമ്മൂന്റെ സംശയങ്ങളൊക്കെ മാറും. എനിക്കതൊന്ന് കേൾപ്പിച്ചു തരുമോ? പിന്നെന്താ, ദാ കേട്ടോളൂ. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റുനോറ്റിട്ടൊരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലേക്കിങ്ങിണി പൊന്നു കൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു, പാലു കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേലി. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി. താഴെ വെച്ചാലുറുമ്പരിച്ചാലു, തലയിൽ വെച്ചാൽ പേനരിച്ചാലു, തങ്കക്കുടത്തിനെ താലോലം പാടിയിട്ടു തങ്ക കട്ടിലിൽ പട്ടു വിരിച്ചിട്ട് തണുതണെ പൂന്തുട തട്ടിയുറക്കിട്ടു ചാഞ്ഞുമയങ്ങുന്നു നങ്ങേലി. ഉണ്ണിക്കേഴു വയസ്സു കഴിഞ്ഞു, കണ്ണും കാതുമുറച്ചു കഴിഞ്ഞു. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ളിൽ കൗതുകമേറിക്കഴിഞ്ഞു. അങ്ങനെ നങ്ങേലി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു. ദിവസവും ഭംഗിയിലൊരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ഉണ്ണി പോണതും നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും. ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു. ഹായ്, എന്തൊരു ഭംഗിയുള്ള കുട്ടി! ഭൂതാണേലും അവളൊരു സ്ത്രീയല്ലേ? ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്റെ കുട്ടിയായിട്ട് വളർത്തിയാലോന്ന്. അതെന്ത് ചെയ്തുന്നോ, അവൾ മന്ത്രം കൊണ്ട് നല്ല ഭംഗിയുള്ളൊരു പെൺകുട്ടിയായി മാറി. ഉണ്ണി വരണ വഴിയില് ചിരിച്ചോണ്ടങ്ങനെ നിന്നു. അവള് പറഞ്ഞു, പൊന്നുണ്ണി പൂങ്കരളെ പോന്നണയും പൊൻകതിരെ ഓലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയൂ. കാട്ടിലെറിഞ്ഞണയുകിലോ കലഹിക്കും ഗുരുനാഥൻ പൂത്തമര ചോട്ടിലിരുന്നൊളിനെയും പെൺകൊടിയേ. പൊന്നുണ്ണി പൂങ്കരളെ പോന്നണയും പൊൻകതിരെ വണ്ടോടിൻ വടിവിലെഴും നീലക്കല്ലോലകളിൽ മാന്തളിരിൽ തൂവെള്ളി ചെറുമുല്ല പൂമുനയാൽ പൂന്തണലി ചെറുകാറ്റത്തിവിടെയിരുന്നെഴുതാലോ ഓലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയൂ.
പൂത്തമര ചോട്ടിലിരുന്നൊളി നെയ്യും പെൺകൊടിയെ ഓലയെഴുത്താണികളെ കാട്ടിലിതാ ഞാൻ കളവൂ, കാട്ടിലിതാ ഞാൻ കളവൂ. എഴുത്താണി ഇരുമ്പല്ലേ, അതങ്ങട് കളഞ്ഞപ്പോ ഭൂതത്തിന് സന്തോഷായി. സ്കൂളിൽ പോണ്ടല്ലോന്ന് ഓർത്തപ്പോ ഉണ്ണിക്കും സന്തോഷായി. ഭൂതം സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാറമടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പാവമ്മ ഉണ്ണിയെ കാണാതെ സങ്കടപ്പെടണ്ടാവും അല്ലേ? സങ്കടപ്പെടണ്ടാവുന്നു, കേട്ടോളൂ. വെയിൽ മങ്ങി മഞ്ഞ കതിരു പൊങ്ങി വിയതങ്കണത്തിലെ കാർകൾ പൊങ്ങി എഴുതുവാൻ പോയ കിടാവു വന്നില്ല, എവിടെ പോയി നങ്ങേലി നിന്നു തേങ്ങി. ആറ്റിൻ കരകളിൽ അങ്ങിങ്ങോളം അവനെ വിളിച്ചു നടന്നാളമ്മ. നീറ്റിൽ കളിക്കും പരൽ മീനല്ല, നീളവേ നിശ്ചലം നിന്നുപോയി. കുന്നിൻ ചരിവിലെ കൂർത്ത കല്ലിൽ കുഞ്ഞിനെ തേടി വലഞ്ഞാളമ്മ. പൂമരച്ചോട്ടിൽ ഇരുന്ന് പൂതം പൂവൻ പഴം പോലുള്ളുണ്ണിയുമാ പൂമാല കോർത്തു രസിക്കേ കേട്ടു. പൂരിത ദുഃഖമേ തേങ്ങലുകൾ, പൂരിത ദുഃഖമേ തേങ്ങലുകൾ. ഭൂതത്തിന് കാര്യം മനസ്സിലായി. അവൾ എന്തു ചെയ്തുന്നോ? പേടിപ്പിച്ചോടിക്കാൻ നോക്കി ഭൂതം, പേടിക്കാതങ്ങിനെ നിന്നാളമ്മ. കാറ്റിൻ ചുഴലിയായി ചെന്നു ഭൂതം, കുറ്റി കണക്കങ്ങു നിന്നാളമ്മ. കാട്ടുതീയായിട്ടും ചെന്നു ഭൂതം, കണ്ണീരലൊക്കെ കെടുത്താളമ്മ. ഹരിയായും പ്രിയായും ചെന്നു ഭൂതം, തരികന്റെ കുഞ്ഞിനെ എന്നാളമ്മ. പിന്നെ ഭൂതം എന്താ ചെയ്തേ? പൊന്നും മണികളും കിഴികെട്ടി തന്നിടാ, പൊന്നാരക്കുട്ടനെ ഞാനെടുക്കും. അപ്പൊന്നും നോക്കാതെ അമ്മണി നോക്കാതെ അമ്മ തൻ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. പുലരിച്ചെന്താമര പോലവേ ഭൂതത്തിൻ തിരുമുൻപിലർപ്പിച്ചു തൊഴുതുരച്ചു. ഇതിലും വലിയതാണെൻ്റെ പൊന്നോമന, അതിനെ തരികണ്ടേ ഭൂതമേ നീ. അമ്മയ്ക്ക് ഇപ്പൊ കണ്ണ് കാണില്ലല്ലോ. ഭൂതം വേറൊരു വിദ്യ എടുത്തു. തെച്ചിക്കോലു പറിച്ചു ഭൂതം, ചേലൊടു മന്ത്രം ജപിച്ചു ഭൂതം. മറ്റൊരുണ്ണിയെ നിർമ്മിച്ചു ഭൂതം, മാൺപോടടുക്കേ എന്നോദീ ഭൂതം. അമ്മയെടുത്തിട്ടുമ്മ കൊടുത്തിട്ടഞ്ചിതമോദം മൂർധാവിങ്കൽ
തടകി തടകി പുൽകിയ വാറെ വേറിട്ടൊന്നെന്നോതിയെണീറ്റാൽ പെറ്റ വയറ്റിനെ വഞ്ചിക്കുന്നൊരു പൊട്ടപ്പൂതമിതെന്നു കയത്താൾ താപം കൊണ്ടു വിലക്കേ കൊടിയൊരു ശാപത്തിനവൾ കൈകളുയർത്താൾ. അപ്പോൾ ഭൂതം എന്ത് ചെയ്തു? അതല്ലേ കേൾക്കണ്ടേ. ഞെട്ടി വിറച്ചു പതിച്ചു ഭൂതം കുട്ടിയെ വേഗം വിട്ടുകൊടുത്താൾ. അമ്മേ നിങ്ങളുടെ തങ്ക കുഞ്ഞിനെ ഞാനിനി മേലിൽ മറച്ചു പിടിക്കിൽ. എന്നുടെ നേരെ കോപമിതേറെ അരുതരുതെന്നെ നീട്ടിടൊല്ലേ. നിന്നുടെ കണ്ണുകൾ മുൻപടി കാണും നിന്നുടെ കുഞ്ഞിതു തന്നെ നോക്കൂ. തൊഴുതു വിറച്ചേ നിന്നു ഭൂതം തോറ്റുമടങ്ങിയടങ്ങി ഭൂതം. ഉണ്ണിയെ കിട്ടിയില്ലേ? അമ്മയ്ക്ക് സന്തോഷായി. പാവം ഭൂതം സങ്കടം സഹിക്ക വയ്യാണ്ട് ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. കണ്ണു തുറിച്ച് കരഞ്ഞും കൊണ്ട് അങ്ങനെ നിന്നു. അമ്മയ്ക്ക് പാവം തോന്നി. അവള് പറഞ്ഞു, മകര കൊയ്ത്തു കഴിഞ്ഞിട്ടെങ്ങടെ കണ്ടമുണങ്ങി പൂട്ടും കാലം. കളമക്കതിർമണി കളമതിലൂക്കൻ പൊന്നിൻ കുന്നുകൾ തീർക്കും കാലം. വന്നു മടങ്ങണമാണ്ടുകൾ തോറും പൊന്നുണ്ണിക്കൊരു കുതുകം ചേർക്കാൻ ഞങ്ങളുടെ വീട്ടിനു മംഗളമേകാൻ ഞങ്ങൾ കഞ്ചിത സൗഖ്യമുദിക്കാൻ. ഭൂതമതങ്ങിനെ തന്നെ എന്നു പറഞ്ഞു മറഞ്ഞിട്ടാണ്ടോടാണ്ടുകൾ. മകര കൊയ്ത്തു കഴിഞ്ഞാലിപ്പോൾ പോന്നു വരുന്നു വീടുകൾ തോറും. അങ്ങനെ എല്ലാ കൊല്ലവും ഉണ്ണി അന്വേഷിച്ച് വരണതാ പൂതൻ. ദാ അവരെത്തിക്കഴിഞ്ഞല്ലോ. നമുക്കങ്ങോട്ട് ചെല്ലാം. മുത്തശ്ശി എത്ര പാവഭൂതം അല്ലേ? മനുഷ്യനായാലും ഭൂതായാലും അമ്മയുടെ മനസ്സൊന്നാ. അത് അമ്മുന് ഇപ്പൊ മനസ്സിലാവില്ല. Today we are standing before you to send conversation based on the lesson The Baby Elephant. So let's start the program. Is it me? I look so funny. I am so big. I am so fat. But a long nose, too big ears, belly one like me. Your eyes are lovely. You look so sick. You are fat, but you are sick. Your long nose is attractive. How big your ears are? You can fan yourself
using the. You have a trunk. You can uproot a tree. See, you have a so many. See, you have a so many friends. We all love you. You are big and you are strong. I don't look good. I don't want to be an elephant. I want to be as someone else. Hey baby elephant, what happened to him? Let me go and see. I will make him happy. Hi dear. Who are you? I am a fairy. I will help you. Tell me your wish. I can help you. Dear fairy, please make me a bird, a good little bird. Let your wish come to be a bird. Wow, I am a bird now, a beautiful bird. How small I am. I can fly high. I am happy now. Thank you. Thank you. Parents and teachers, welcome to Aiza's kitchen. I am Chef Aiza Mariam. Today I am going to show you a simple recipes for traditional rice flakes mixer. Let's start the ingredients. You will need 500 gram of rice flakes, 200 gram of jaggery syrup, 1 coconut sprinkle, pinch cardamom powder, 4 banana slice. Take big bowl. Add coconut sprinkle, jaggery syrup, and banana slicer. Mix very well. And add rice flakes, cardamom powder, mix very well. And taste it. Yummy. Thank you for watching. Good morning all. Today we grade 3 students are going to present a skit on the story Billu the Dog. A farmer had a faithful dog called Billu. He was very old and had lost almost all his teeth. Rani, I will throw Billu out tomorrow. He is not used to us. Please don't let the poor creature leave her. He was served us since he was a pup. But he is too old to do anything now. The thieves are not scared him out. Shall be his last day with us. Billu heard what the farmer said. He was frightened. In the evening, he went to the woods. He
his best friend the fox. He told the fox what was going to happen. Billu, what happened to you? Why are you sad? My master is going to throw me out of the house. What will I do? Don't worry, I got an idea. Yes, good idea. Yes. Next day, early in the morning, the farmer went to the field with his wife. They took their baby with them. They laid the baby in the shade of a tree. While they worked, the old dog stood near the baby with them. Billu is our dear dog. I was stupid to think of throwing him out. Thank God Billu saved our child. Dear, let's go home and give our Billu a good dinner. The mother was very happy to get her baby back. The whole family lived together happily. The farmer started a farm. Old MacDonald had a farm. E-I-E-I-O. Old MacDonald had a farm. E-I-E-I-O. With a and on his farm he had some ducks. E-I-E-I-O. With a quack quack and a quack quack there. Here a quack, there a quack, everywhere a quack quack quack. Old MacDonald had a farm. E-I-E-I-O. Old MacDonald had a farm. E-I-E-I-O. And on his farm he had some cats. E-I-E-I-O. With a meow meow and a meow meow there. Here a meow, there a meow, everywhere a meow meow meow. Old MacDonald had a farm. E-I-E-I-O. Old MacDonald had a farm. E-I-E-I-O. Thank you. I have a story to tell you. Once there lived a shoemaker and his wife in a little house on the edge of a wood. They were very, very poor, and each day they grew poorer and poorer. No customer, come to us. Our trade is failing. How shall we live? It might be a customer at this hour. It might be a customer at this hour. Good evening, sir. Please sit down. Here, not to sit.
Here not to sit. You want it 100 pounds in rent. We will pay you in a month's time. Please be kind to us. Because not a chance. This way. You have no heart, sir. Pay you are up to 2 weeks or close your shop. We have to. We have to make more shoes. We must not lose our shop. We have to make more shoes. That's what we cannot do. This leather will make just a pair of beautiful shoes. I am tired. I will must sleep. But while they were sleeping, strange things happened. Some people came to their workshop. Who were they? This is how we make a shoe. Snip, 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 shoe. Wow, it is a miracle. The leather has been made into a pair of beautiful shoes. I can't believe this. Who made this? I would like to have a pair of dark brown shoes. Do you have such a pair? Of course, sir. We have one right there. What size those shoes? 10 pounds. There are size 10, sir. There are perfect. What the price? 10 pounds, sir. Only 10 pounds, but they are so well made. I will give 50. Thank you, sir. This is very kind of you. 15 pounds, we can buy leather for 6 pair of shoes. The customer recommended the shoemaker to all friends. The shoemaker bought more leather, and while they were sleeping that night, the elves came. We make a shoe, snip, 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 shoe. This is how we make a shoe, snip, 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 shoe. Oh, my 6 pair of shoes. Wow, they are pretty too. Who is sewing all the shoes? I don't know what's going on. Oh, these are lovely shoes, dear. I would like to buy them.
Yes, there, and look at this. They look great. We will take for this prize. Of course, sir. Thank you very much, sir. The shoemaker sold the shoes strange away. Days passed. Each day the shoemaker bought more leather, and the next morning he found new shoes. Soon the shoemaker became rich. We must find out who is helping us. You are right. Let's stay up one night, find out who does it all. We must give him a gift. Let's give him a good feast. Definitely. But they stayed awake. 1 hour went by and few more. The clock took 2, then 3, then 4 more. The clock. Suddenly there came 2 little ants. This is how we make a shoe. Snip, 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 shoe. This is how we make a shoe. Snip, 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 shoe. We don't know how to thank you. The shoes you make are just the best. How do you make such? How do you make? What so quickly and make such beautiful shoes? Yes, this will be our last shoe. But we cannot do it anymore now. Yes, this will be our final visit, and this our final show. Want you come from tomorrow onwards? But why? We helped you when you were in need. Now you can work hard and live happily. ഇത്രയും ഭക്ഷണം കഴിക്കരുത്. നീ ഒരുപാട് ഭക്ഷണം കഴിച്ചു. റാണി, ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തരുത്. കൂടുതൽ ഭക്ഷണം കഴിച്ചാലേ കൂടുതൽ ആരോഗ്യമുണ്ടാവൂ. അങ്ങ് ഞാൻ പറയുന്നത് കേൾക്കൂ. ഇന്നത്തെ പലഹാരം നന്നായിട്ടുണ്ട്. ആരാണ് ഉണ്ടാക്കിയത്? പണ്ടാരപ്പുരയിൽ പുതിയ ഷെഫ് വന്നിട്ടുണ്ട്. അവരാണ് ഉണ്ടാക്കിയത്. ആരെവിടെ? പുതിയ ഷെഫിനെ വിളിക്കൂ. പ്രഭു, അങ്ങേ എന്നെ വിളിച്ചു എന്നറിയാൻ കഴിഞ്ഞു.
ഇതാ സമ്മാനം. ഇന്നത്തെ ഭക്ഷണം നന്നായിട്ടുണ്ട്. എല്ലാ ദിവസവും ഇതുപോലെ പലതരത്തിലും പലഹാരങ്ങൾ ദിവസത്തിൽ പലതവണ ഉണ്ടാക്കി തരണം. പ്രത്യേകം നാം സമ്മാനം തരുന്നതായിരിക്കും. ഉത്തരവ് പ്രഭു. പ്രഭു, അങ്ങയെ കാണാൻ രാമമുഖ്യൻ വന്നിരിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഇത്തരം സന്ദർശനങ്ങൾ. വരാം. ഞങ്ങളുടെ നാട്ടിൽ പ്രളയമുണ്ടായി, കൃഷിയെല്ലാം നശിച്ചു. അങ്ങ് ഞങ്ങളോട് കണിയുണ്ടാകണം. മധുര പലഹാരങ്ങളൊന്നുമില്ലേ? കൊണ്ടുവരൂ. രാജൻ കാര്യം. കൃഷി നശിച്ചെങ്കിൽ റൊട്ടി നിന്ന് ജീവിക്കി, അല്ലാതെ എന്ത് പറയാൻ. ഞങ്ങൾ പട്ടിണിയിലാണ് രാജൻ. എല്ലാം നശിച്ചു. പ്രകൃതി കൃത്യമായി അടക്കുന്നവരാണിവർ. എന്തെങ്കിലും ചെയ്തുകൂടെ? മുഴുവൻ തിന്നേക്കരുത്. വിത്തിനും കൂടെ ഉള്ളതാണെന്ന് ഓർമ്മ വേണം. പിടിച്ചേക്കണം. രാജാവിനെ തിന്നണം എന്ന് ചിന്തയില്ല. നാട്ടിലെങ്ങും പട്ടിണി, പകർച്ചവ്യാധി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രളയം അവരെ തളർത്തിയിരിക്കുന്നു. ശരിയാ. രാജാവിനാണെങ്കിൽ കൊമ്പ നിറയെ വാരി വലിച്ചെണ്ണം, വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച് കറങ്ങി നടക്കും. ഈയിടെ കുറച്ചധികം വയറ്റിൻ്റെതാണ്. രാജന്റെ പിടിപ്പുകേട് നാട്ടിലെങ്ങും സംസാര വിഷയമായിട്ടുണ്ട്. ഉടനെ എന്തെങ്കിലും ചെയ്യണം. രാജഗുരു ഹോസ്പിറ്റലുള്ളപ്പോ നമുക്കൊന്ന് ചെയ്യാനാണ്. വൈദ്യന്മാർ പലരും മാറി മാറി പരിശോധിച്ചെങ്കിലും അസുഖം കണ്ടെത്താനായില്ല. അസുഖം കണ്ടെത്തി പ്രതിവിധി പറയുന്നവർക്ക് വലിയ പാരിതോഷികം നൽകുന്നതായിരിക്കും. കാര്യം കഷ്ടാണ് ട്ടോ. അങ്ങയോട് ഞാൻ ഭക്ഷണം വാരി വലിച്ച് കഴിക്കരുത് എന്ന് എപ്പോഴും പറയാറുള്ളതല്ലേ? ശരിയാ റാണി, പറ്റിപ്പോയി. നിറയെ നീരാണല്ലോ. കയ്യിലും കാലിലും നിറയെ മുറിവാണല്ലോ. വാ തുറക്കൂ. രാജൻ, അങ്ങയുടെ അസുഖം ഭേദമായി തീർച്ച ഞാൻ വേണം. ഭക്ഷണം നിയന്ത്രിക്കാൻ മാത്രം പറയരുത്. വേറെ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. കുളിക്കാറില്ലെങ്കിലും വില കൂടിയ വസ്ത്രം മാത്രമേ ധരിക്കാറൂ. പല്ലു തേക്കാറില്ലെങ്കിലും വില കൂടിയ സുഗന്ധം മാത്രമേ പൂശാറൂ. അത് വേണം. Good health. Fruits, some seasonal fruits. Some fruits are